ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെന്തക്കോസ്തുകാരുടെ പൊളിറ്റിക്സ് ആണ്. സംഘടനാപരമായിട്ടുള്ള പൊളിറ്റിക്സ് തീർച്ചയായും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ ഉണ്ട്. അത് IPC പോലുള്ള പ്രസ്ഥാനങ്ങളിൽ കൂടുതലുമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തുറന്നു പറയാൻ മടിയില്ല, തിരുത്തേണ്ടതാണ്. അത്രമാത്രം ഫോട്ടോ വെച്ചും അതുപോലെ തന്നെ മറ്റ് പണം വെച്ചുമൊക്കെ വോട്ട് പിടിക്കുന്ന, അതിനുവേണ്ടി പൈസ കൊടുക്കുന്ന, അതിനുവേണ്ടി ഫണ്ട് ഇറക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്കിടയിൽ എന്തിനാണ് എന്ന് പറഞ്ഞാൽ, ഒരു സംഘടനയ്ക്ക് ഇലക്ഷൻ വേണം എന്നുള്ള ന്യായം തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അപ്പൊ തന്നെ അതിനുവേണ്ടി വോട്ട് പിടിക്കുന്ന, അതിനുവേണ്ടി പണം മുടക്കുന്ന, അങ്ങനെ ഫോട്ടോ പിടിക്കുന്ന, അതിന് പ്രചരണം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ ഈ സുവിശേഷം പറഞ്ഞിട്ട് നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോൾ പുറത്തുള്ള ആളുകൾ അതിന് വേറെ നിലയിലാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഒരു സംഘടനയ്ക്ക് ഇലക്ഷൻ ആവശ്യമാകുമ്പോൾ തന്നെ ഇത്തരം പ്രവണതകളിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ടതാണ്. പണം കൊടുത്തും അതുപോലെ തന്നെ വോട്ട് പിടിച്ചും ചേരി തിരിഞ്ഞും ഗ്രൂപ്പ് തിരിഞ്ഞും ഒക്കെ ഉണ്ടാക്കുന്ന അത്തരം ആരോഗ്യപരമല്ലാത്ത സംഘടനാ സംവിധാനങ്ങൾ, അതിൽ ഇലക്ഷൻ സിസ്റ്റം നമ്മൾ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ്, നിർത്തേണ്ടതാണ്. അപ്പോൾ തന്നെ ഒരു സംഘടനയ്ക്ക് ഇലക്ഷൻ ആവശ്യമാണ്, അത് അതിന്റെ ആരോഗ്യപരമായ നിലയിൽ നടത്തണം. അതിനുവേണ്ടി ഫണ്ട് പിരിവും ഗ്രൂപ്പ് തിരിവും ചെളിവാരി എറിയലും എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള പരിപാടി ചെയ്യണ്ടേ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ എങ്ങനെ സുവിശേഷം പറയും? അതല്ലേ അതിൽ പ്രശ്നം. രാഷ്ട്രീയക്കാർക്ക് അത് പറയാം, കാരണം അവർ റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പറയാം. ഇത് ഒരേ ആശയത്തിൽ നിൽക്കുന്ന ആളുകൾ, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ അവരനെ നിന്ദിക്കും? അതൊരു വലിയ പ്രശ്നമല്ലേ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, തിരുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.